Hello friends, welcome to Resolute Academy. ഇന്നും വീണ്ടും നമ്മൾ ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ടോപ്പ് 5 വൊക്കാബ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. വീഡിയോ 2 നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് സീരീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് മേക്ക് ഷുവർ ഈ മൊത്തം വീഡിയോ കണ്ടിട്ട് ആ ടെസ്റ്റ് അസൈൻ ചെയ്യാന്നല്ല ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വേർഡ്സിന്റെ PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. ടെലഗ്രാം ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട്. ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറോഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ അതോറിറ്റി ഇല്ലാതെ, ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ലാതെ പവറിന് അല്ലെങ്കിൽ എന്താണ് റൈറ്റ്സിനെ പിടിച്ചടക്കുക, അതിനാണ് അറോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, പല നമ്മൾ കിങ്ഡംസിലും പല ഇതിലും കണ്ടിട്ടുണ്ടാവും. എവിടെന്നെങ്കിലും ആരെങ്കിലും പുതിയ ഒരാൾ വന്നിട്ട് അവിടെ ലീഗലി ഒന്നും തിരഞ്ഞെടുത്ത് ജയിക്കാതെ തന്നെ അവിടുത്തെ പവേഴ്സ് അപ്രോപ്രിയേറ്റ് മൊത്തത്തിലെ അയാൾ പിടിച്ചടക്കുന്നത്, അതിനാണ് അറോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഡിക്റ്റേറ്റർ arrogated more power to himself, consolidating control over the government. അപ്പോൾ ഡിക്റ്റേറ്റർ എന്ത് ചെയ്ത് അയാൾ എല്ലാം പവറും അയാളിലേക്ക് കൊണ്ടെത്തിച്ചു, എന്നിട്ട് ആ ഗവൺമെന്റ് പുറത്ത് കൺട്രോൾ കുറെ കൂടെ സ്ട്രോങ് ആക്കി. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ അറോഗേറ്റ്. ഓക്കെ, അപ്പോൾ അതിന്റെ സിനോണിം എന്ന് പറയുന്നത് അസ്യൂംഡ് എന്നിട്ട് അസേർട്ട്, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ പവർ നമ്മളിലേക്ക് പിടിച്ചടക്കുകയാണ്, മറ്റത് വേണ്ടെന്ന് വയ്ക്കുന്നതാണ് റിലിങ്ക്വിഷ്, സറണ്ടേർഡ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ വാസിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചോയ്സസ് ഉണ്ട് നമുക്ക്. എന്തോ ഒരു സിറ്റുവേഷനിൽ രണ്ട് ചോയ്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണേനാണ് വാസിലേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ ഒരു പ്രോപ്പർ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വാസിലേറ്റഡ് എന്ന് പറയുന്നത്. നമ്മളെ സൊസൈറ്റിയിൽ പലപ്പോഴും നമ്മൾ യൂത്തിൽ കാണപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. ദാറ്റ് ഈസ് ദേ ആർ ഫേസ്ഡ് വിത്ത് ദ ഡിഫിക്കൽട്ടി ടു സിലക്ട് സംതിങ്. ഓക്കെ, അവർക്ക് ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നൊരു കൃത്യധാരണയില്ല, അതിനാണ് വാസിലേറ്റഡ് എന്ന് പറയുന്നത്. ആർ വി ക്ലിയർ വിത്ത് ദിസ്? സോ ലെറ്റ്സ് സീ ദ യൂസേജ് ഹിയർ. She vacillated between accepting the job offer and staying in her current position. അപ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്ന് ഈ പുതിയ ജോബ് ഓഫറിലോട്ട് പോകാം, അല്ലെങ്കിൽ ഉള്ള പൊസിഷനിലോട്ട് നിൽക്കാം. അപ്പോൾ അതിനിടയിൽ അവൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചായായിരുന്നു. ഷി വാസ് swaying between them, so she was vacillated. Okay, she was not able to take a decision. So let's see. അവിടെ സിനോണിം എന്ന് പറയുന്നത് വേവേർഡ്. നമ്മൾ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നത്, അതാണ് വേവേർഡ്. അതുപോലെ ഹെസിറ്റേറ്റ് ചെയ്യുക, ഒരു കാര്യം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനൊരു 100% കമ്മിറ്റ് ചെയ്യാൻ പറ്റാതെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിസൈഡഡ് ആൻഡ് കമ്മിറ്റഡ്. നമ്മുടെ ലൈഫിലും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ 100% ഡെഡിക്കേഷനോടെ അത് ചെയ്യുക, അത് ഉദ്ദേശം കിട്ടുന്നവരെ. അറ്റ്ലീസ്റ്റ് അവസാനം കിട്ടിയോ കിട്ടിയില്ല, ഡസന്റ് മാറ്റർ. നിങ്ങൾ 100% കമ്മിറ്റ്മെന്റ് ചെയ്തു, 100% ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു, അവസാനം വരെ ട്രൈ ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. എല്ലാം ചെയ്യുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ആ കമ്മിറ്റ്മെന്റ് 100% ഉണ്ടാവണം. ആൻഡ് നമ്മളെ പലപ്പോഴും പുതിയ ജനറേഷനിൽ ആ കമ്മിറ്റ്മെന്റ് കാണാറില്ല. എല്ലാവർക്കും കുറച്ച് ഒന്നോ രണ്ടോ ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്ക് അവർ വേറെ ഓപ്ഷൻസ് തിരഞ്ഞ് പാതി വഴിക്ക് കാര്യങ്ങൾ വിട്ടിട്ട് പോകും. ആൻഡ് ദാറ്റ് ഈസ് നെവർ ഗോയിങ് ടു ടേക്ക് യു എനിവേർ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഫൈറ്റ് ടിൽ ദി എൻഡ്, ദാറ്റ്സ് വാട്ട് ഈസ് നെസസറി. ഓക്കെ, അവിടെ റിസൾട്ട് എന്താവുന്നത് അത് തന്നെ ഇറ്റ് വിൽ ബി ടേക്കൺ കെയർ. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഫാനിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഔട്ട് അല്ലെങ്കിൽ ഡൈവേർജിങ്. ഓക്കെ, സോ സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്നെ പറയുന്ന എക്സാമ്പിൾ നോക്കാം നമുക്ക്. ദ സെർച്ച് പാർട്ടി സ്റ്റാർട്ടഡ് ഫാനിങ് ഔട്ട് ഇൻ ദ ഡെൻസ് ഫോറസ്റ്റ് ടു കവർ ലാർജർ ഏരിയ. അപ്പോൾ ആരോ കാണാതായിട്ടുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള സെർച്ച് പാർട്ടി. അപ്പോൾ സെർച്ച് പാർട്ടി എന്ത് ചെയ്തു? ഫാൻ ഔട്ട് ചെയ്തു. എന്ന് വെച്ചാൽ അവരിപ്പോൾ 50-100 പേരെ ഇറങ്ങി തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവർ ഒരേ സ്ഥലത്ത് കിടന്ന് തിരയാതെ എല്ലാവരും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ നോക്കി. സോ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുക ആൻഡ് ട്രൈ ടു കവർ മോർ ഏരിയ ഓർ മോർ സ്പേസ്. അതാണ് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫാനിന്റെ ഒരു കൺസെപ്റ്റ് ആണ്, ഫാന് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഫാനിങ് ഔട്ട് എന്ന് പറയുന്നത്. സോ സ്പ്രെഡിങ് ആണ് അതിന്റെ സിനോണിം. അതേപോലെ ഡൈവേർജിങ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? കൺവേർജിങ് ഓർ ഗ്യാതറിങ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ സ്വാംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നിയത് ആളുകളാവാം, അല്ലെങ്കിൽ അനിമൽസ് ആവാം, അല്ലെങ്കിൽ തിങ്സ് ആവാം. ഇത് കുറെ എണ്ണം ഒത്തുകൂടിയിട്ട് ആൾക്കൂട്ടം ഉണ്ടാക്കുന്നില്ലേ, ഓവർ ക്രൗഡിങ് ചെയ്യുന്നില്ലേ, അതിനാണ് സ്വാമിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് പാകിസ്ഥാനിലും അല്ലെങ്കിൽ വേറെ സ്ഥല ഏരിയകളിൽ ഈ ലോക്കസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടാവും. ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടൈപ്പിന്റെ ഒരു ഇൻസെക്റ്റ് ആണ് വിച്ച് എഫക്ട്സ് ദ ഫാം ഏരിയ. ഇത് നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ഒത്തു വന്നിട്ട് ഇത് ഒരു ഓവർ ക്രൗഡിങ് ഉണ്ടാക്കി, എന്നിട്ട് അത് മൊത്തം ഫാംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതുപോലെ ഹ്യൂമൻസും ചെയ്യാറുണ്ട്. ഒരു മൊത്തം കമ്മ്യൂണിറ്റി തന്നെ ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് പോയിട്ട് താമസിച്ചിട്ട് അവിടെ ഓവർ ക്രൗഡിങ് ഉണ്ടാവും. അതിനാണ് ഈ പറയുന്ന വേർഡ് സ്വാംഡ് എന്ന്. ഓക്കെ, സോ ഓവർ ക്രൗഡിങ് ചെയ്ത് ഒത്തുകൂടി ഒരു സ്ഥലത്ത് ചെന്ന് താമസിക്കുകയോ ഒരു സ്ഥലത്ത് പോവുക, അതിനാണ് അതിന്റെ കാരണം ഓവർ ക്രൗഡിങ് ഉണ്ടാകുമ്പോഴാണ് സ്വാംഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്ക്. Fans swarmed the stadium to catch the glimpse of their favorite celebrity. അപ്പോൾ ഫേവറേറ്റ് സെലിബ്രിറ്റി വന്നപ്പോൾ ഫാൻസ് എല്ലാം കൂടി എന്താണ് ഒട്ടാകെ കൂടി ചെന്ന് ആ സ്റ്റേഡിയമിൽ വന്നു. അപ്പോൾ അവിടെ സ്വാംഡ് ആയി. സോ ക്രൗഡിങ് കൂടി, ഓവർ ക്രൗഡഡ് ആയി. ഓക്കെ, ഇവിടെ ഇനണ്ടേറ്റ്
ഇനണ്ടേറ്റഡ് എന്നുള്ള വേർഡ് ജനറലി റിവറിന്റെ കാര്യത്താണ് യൂസ് ചെയ്യുന്നത്. റിവർ ഇനണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലായിടത്തു നിന്നും മണ്ണും ചെളിയും അഴുക്കും എല്ലാം ഒലിച്ചു വരും. ഇതെല്ലാം കൂടി എവിടെ ചെന്ന് അടിയുന്നത്? റിവർ ബേസിനിൽ. അപ്പൊ റിവർ എന്താണ്? ഓവർഫ്ലോ ആവും. കാരണം ബേസിന്റെ ആ ഒരു ഡെപ്ത് കുറഞ്ഞു പോകും. ഈ മൊത്തം സാധനം ഒന്ന് അടിഞ്ഞടിഞ്ഞ് വരുമ്പോഴത്തേക്കും ഡെപ്ത് കുറയും, എന്നിട്ട് റിവർ ഓവർഫ്ലോ ആവും, കുറെ കൂടെ ഫ്ലഡ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഇനണ്ടേഷൻ. ബേസിക്കലി എല്ലാം കൂടി ഒരിടത്ത് വന്ന് ഗ്യാദർ ചെയ്യാന്നാണ്. അതുപോലെ തന്നെ ടീംഡ് വിത്ത് മില്യൻസ് ഓഫ് പീപ്പിൾ. നമ്മൾ പറയുന്നത് എർത്ത് ടീംഡ് വിത്ത് മില്യൻസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എർത്ത് ഇസ് ഫിൽഡ് വിത്ത് ഓർ സ്വാംഡ് വിത്ത് മില്യൻസ് ഓഫ് പീപ്പിൾ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുക. അതേപോലെ സ്പാർസ് പോപ്പുലേഷൻ. നിങ്ങൾ പോപ്പുലേഷൻ സ്പാർസ് ആണെന്ന് കേട്ടിട്ടുണ്ടാവും. കാനഡ പോലത്തെ കൺട്രീസിൽ ലാൻഡ് ഒത്തിരി ഉണ്ട്, പക്ഷേ പോപ്പുലേഷൻ വളരെ കുറവാണ്, ഡിസ്പേഴ്സ്ഡ് ആണ്, ഒരു സ്ഥലത്തെല്ലാം കൂടി നിൽക്കുന്നതല്ല. സോ സ്പാർസ് പോപ്പുലേഷൻ. നമുക്കിവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒത്തിരി കൂടുതലാണ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ്. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇംപെഡിമെന്റ്. ഇംപെഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹേർഡൽ അല്ലെങ്കിൽ തടസ്സം, അതാണ് ഇംപെഡിമെന്റ്. ഹേർഡൽ ഓർ obstacle while doing something or while trying to achieve something. That is what we mean by impediment. Okay, so the lack of funding proved to be a significant impediment in the completion of project. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ കംപ്ലീഷനിൽ തടസ്സം എന്തായിരുന്നു? ഫണ്ടിങ്ങിന്റെ കുറവ്. ഫണ്ടിങ്ങിന്റെ കുറവാണ് ഈ പ്രോജക്റ്റിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ സിനോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ obstacles അല്ലെങ്കിൽ barriers, എന്നിട്ട് അതിന്റെ ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേഷൻ ഓർ അസിസ്റ്റൻസ്. നമ്മൾ ഒബ്സ്റ്റാക്കിളിന് പകരം ഒബ്സ്റ്റാക്കിൾ ഇല്ലാതാക്കുന്ന ഫെസിലിറ്റേഷൻ ചെയ്യണം. എല്ലാ ഫെസിലിറ്റീസ് കറക്റ്റ് സമയത്ത് പ്രൊവൈഡ് ചെയ്യുക, ഫെസിലിറ്റേഷൻ അതേപോലെ അസിസ്റ്റ് ചെയ്യുക ടു അവോയ്ഡ് ദ ഒബ്സ്റ്റാക്കിൾസ്. ദാറ്റ് ഈസ് വാട്ട് വി മീൻ ബൈ ഇംപെഡിമെന്റ്. അതിന്റെ ആന്റോണിം. ഓക്കെ, ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് വേർഡ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ 5 വേർഡ്സ് ആയി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദ വേർഡ്സ്. പ്ലീസ് മേക്ക് ഷുവർ ഡു ദ ടെസ്റ്റ്, ട്രൈ ടു ഇംപ്രൂവ് യുവർ സ്കിൽസ്. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് അവരുടെയും ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. നിങ്ങൾ ഫ്രണ്ട്സോടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് ഇത് കുറേ കൂടെ ഡിസ്കസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ പ്ലീസ് ഡു ഇറ്റ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്സ് വേണം. ഞാനിവിടെ പഠിപ്പിച്ചത് മാത്രം കൊണ്ടൊന്നും ആവില്ല. ഇത് കോൺസ്റ്റന്റ് റിവിഷൻ ഉണ്ടായിരുന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഡെയിലി നമ്മൾ 5 വേർഡ്സ് വെച്ച് പോകുന്നുണ്ട്. മൺഡേ ടു സാറ്റർഡേ 5 വേർഡ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു മന്ത് 26 ഡേയ്സിൽ ഓൾമോസ്റ്റ് 130-140 വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 6 മാസം ആകുമ്പോൾ എത്ര വേർഡ്സ് ആയി? ഇത് 5 എണ്ണം വെച്ചാകുമ്പോൾ ഒത്ത് കിടന്ന് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റേ 500-600 വേർഡ്സ് ഒത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ മെനക്കെട്ട പരിപാടിയാണ്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് പോവുക. നമ്മളൊരു മലയിൽ ഡയറക്റ്റ്ലി കയറണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള എനർജി പോകും. പക്ഷേ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ ഓരോ സ്റ്റെപ്പാണ് ഈ 5 വേർഡ്സ് പഠിക്കുന്നത്. ഓക്കെ, അത് മാത്രം ചെയ്താൽ മതി. എനിവേസ്, I hope you will do it regularly. Thank you all of you. Have a great day. Bye-bye.